നമസ്കാരം. വെസ്റ്റ് ഏഷ്യയിലെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ, രൂപയുടെ മൂല്യത്തിലുണ്ടായ തുടർച്ചയായ ഇടിവ്, ഇൻഫ്ലേഷനെക്കുറിച്ചുള്ള ആശങ്ക എന്നിവയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ആഴ്ചയും ഇന്ത്യൻ മാർക്കറ്റ് വീക്കിലി ബേസിസിൽ നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. നിഫ്റ്റി 0.19% ഇടിഞ്ഞ് 23,643 ക്ലോസിംഗ് നൽകിയത്. അടുത്ത ആഴ്ചയും മാർക്കറ്റിൽ ഒരു കോഷ്യസ് ഔട്ട്ലുക്ക് തന്നെയാണ് നമ്മൾ വെച്ച് പുലർത്തേണ്ടത്. US-ഇറാൻ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട ഡിപ്ലോമാറ്റിക് എഫർട്ട്സിൻ്റെ ഇമ്പാക്റ്റ് വരുന്ന ആഴ്ച ഇന്ത്യൻ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലും പ്രതിഫലിക്കാനും സാധ്യതയുണ്ട്. അതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് തന്നെയാണ്. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ഗ്ലോബൽ എനർജി സപ്ലൈ ചെയിനിൽ വളരെ ഇമ്പോർട്ടൻ്റായ സ്ഥാനം വഹിക്കുന്നു. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഡിപ്ലോമാറ്റിക് പ്രോഗ്രസ് ഉണ്ടാവുകയാണെങ്കിൽ അത് ക്രൂഡിൻ്റെ വില ഇടിയാനും മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് വരാനും കാരണമായേക്കും. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പല പ്രൊവോക്കേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻവെസ്റ്റേഴ്സ് കോഷ്യസ് ഔട്ട്ലുക്ക് വേണം വെച്ച് പുലർത്താൻ. ഇപ്പോഴുള്ള ഒരു വെടിനിർത്തൽ കാലയളവിനെ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഇന്നും ലെബനോൻ ഇസ്രായേൽ ആക്രമണം നടക്കുകയും അതിൻ്റെ ഇമ്പാക്റ്റ് UAEയിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇനി അടുത്ത ആഴ്ച ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന ലെവൽ 23,400 23,400 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ മാർക്കറ്റ് 23,180, 280 തുടങ്ങിയ സോണുകളിലേക്ക് ഇടിയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 23,800 മാർക്കറ്റിൻ്റെ ഒരു റെസിസ്റ്റൻസ് സോൺ കൂടിയാണ്. 23,800 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ 24,000, 24,280 തുടങ്ങിയ ലെവലുകളാണ് അടുത്ത ആഴ്ച നമ്മൾ മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന റെസിസ്റ്റൻസ് ലെവലുകൾ. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തെ സ്റ്റോക്ക് വോഡാഫോൺ ഐഡിയ. വോഡാഫോൺ ഐഡിയയുടെ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക. കമ്പനി പുറത്തുവിട്ട ക്വാർട്ടർലി റിസൾട്ട് പ്രകാരം 51,970 കോടി രൂപയുടെ പ്രോഫിറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. AGR ഡ്യൂസ് ഡിഫർമെൻറ്റുമായി ബന്ധപ്പെട്ട് 58,116 കോടി രൂപയുടെ എക്സെപ്ഷണൽ ഗെയിൻ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് കമ്പനി പ്രോഫിറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ എക്സെപ്ഷണൽ ഗെയിൻ ഒഴിവാക്കുകയാണെങ്കിൽ കമ്പനി ഇപ്പോഴും ലോസിൽ തന്നെയാണ്. 5,516 കോടി രൂപയുടെ ലോസ്. കൂടാതെ കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലോസ് കുറഞ്ഞിട്ടുണ്ട്. 7,167 കോടിയിൽ നിന്നും 5,515 കോടിയിലേക്കാണ് കമ്പനിയുടെ ലോസ് കുറഞ്ഞിരിക്കുന്നത്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 5,286 നിന്നും 5,515 കോടിയിലേക്ക് ലോസ് ഉയരുകയാണ് ചെയ്തത്. നാളെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കും എന്ന് പറയുന്നതിന് പിന്നിലെ മറ്റൊരു പ്രധാന കാരണം 4,730 കോടി രൂപ കമ്പനിയുടെ പ്രൊമോട്ടർ ഈ കമ്പനിയിൽ നിക്ഷേപിക്കുന്നുണ്ട്. കൺവെർട്ടബിൾ വാറണ്ട് വഴിയാണ് ആദിത്യ ബിർള ഗ്രൂപ്പ് 4,730 കോടി രൂപ വോഡാഫോൺ ഐഡിയ എന്ന കമ്പനിയിൽ നിക്ഷേപിക്കുന്നത്. ഇതിൻ്റെ ഇമ്പാക്റ്റും നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ക്വാർട്ടർ 4 പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ AGR ഡ്യൂസ് വഴിയുള്ള ഡിഫർമെൻറ്റ് വഴി കമ്പനിക്ക് ഓൺ ടൈം ഗെയിൻ ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇയർ ഓൺ ഇയറിൽ 2.9% വർദ്ധിച്ച് 11,332 കോടിയായി ഉയർന്നിട്ടുണ്ട്. മാർക്കറ്റ് 11,287 കോടി രൂപയുടെ പ്രോഫിറ്റാണ് പ്രതീക്ഷിച്ചത്. മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ എബിറ്റ 4.8% വർദ്ധിച്ച് 4,890 കോടിയായി ഉയരുകയും ചെയ്തു. കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും വർദ്ധിച്ചതിനോടൊപ്പം 2025-26 ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ പരിശോധിച്ചാൽ അവിടെ നമ്മൾക്ക് 3% വർധനവ് കാണാൻ സാധിക്കും. ഫെബ്രുവരി മാസം മുതൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ അഡീഷനും കമ്പനിയിൽ നടക്കുന്നു. ആവറേജ് റവന്യൂ പെർ യൂസറിലും വർധനവുണ്ടായിട്ടുണ്ട്. 172 രൂപയിൽ നിന്നും 174 രൂപ പെർ മന്ത് എന്ന റേറ്റിലാണ് ആവറേജ് റവന്യൂ പെർ യൂസറിൽ വർധനവുണ്ടായിരിക്കുന്നത്. ഈ ഫാക്റ്റുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നാളെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ സ്റ്റോക്ക് ഹിന്ദു കോപ്പറാണ്. ഹിന്ദു കോപ്പർ 512 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഹിന്ദു കോപ്പറിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വെള്ളിയാഴ്ച മാർക്കറ്റ് അവറിന് ശേഷമാണ് പുറത്തു വന്നത്. ക്വാർട്ടർലി റിസൾട്ടിൽ മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യുകയും കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 137% വർദ്ധിച്ച് 187 കോടിയിൽ നിന്നും 444 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. കമ്പനിയുടെ കൺസോളിഡേറ്റഡ് റവന്യൂ 731 കോടിയിൽ നിന്നും 58% വർദ്ധിച്ച് 1,186 കോടിയിലേക്കെത്തി. എബിറ്റ 111% വർദ്ധിച്ച് 660 കോടിയിലേക്കെത്തുകയും
എബിറ്റ മാർജിൻ 40% നിന്നും 57% മെച്ചപ്പെടുകയും ചെയ്തു. ഇനി എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ പെർഫോമൻസ് നോക്കിയാൽ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് 97.5% വർദ്ധിച്ച് 465 കോടിയിൽ നിന്നും 918 കോടിയിലേക്കെത്തി. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 48% വർദ്ധിച്ച് 3077 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. സ്റ്റാൻഡ് ലോൺ ബേസിസിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 133% വർദ്ധിച്ച് 190 കോടിയിൽ നിന്നും 444 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 58% വർദ്ധിച്ച് 1156 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് കമ്പനി ₹1.86 പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ ഇഷ്യൂ വഴി 500 കോടി രൂപയുടെ ഫണ്ട് റൈസും കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഫാക്റ്റുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നാളെ ഹിന്ദ് കോപ്പർ എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. സ്റ്റോക്ക് 570 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്